നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നും പറയാറായിട്ടില്ല, ഞാനിവിടെ ഉണ്ട് സർ. ഭഗവാനെ, കുഞ്ഞിനൊന്നും സംഭവിക്കില്ലേ? ഇതാ പറയുന്നത് കാരണവന്മാര് പറയുന്നത് കേൾക്കണോന്ന്. അമ്മ എത്ര തവണ മഞ്ജുവിനോട് ലീവ് എടുക്കാൻ പറഞ്ഞതാ, അവള് കേട്ടോ? അപ്പൊ അവൾക്ക് വലുത് ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അപകടത്തിൽപ്പെടുത്തി അവള് ജോലി തുടരുമല്ലേ ചെയ്തത്. സ്വപ്നെ, നീ ഒന്ന് നിർത്ത്. നീ എന്തിനാണ് ഇവളെ കുറ്റം പറയുന്നേ? ഇവള് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അവൾക്ക് ആ യൂണിഫോമിനോടുള്ള കൂറിന്റെ പകുതിയെങ്കിലും കുടുംബത്തോടുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്ത് അവള് ലീവ് എടുത്തേനെ. അന്ന് ഞാൻ അവളെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ അവളെ പിന്തുണച്ച് സംസാരിച്ചത് നീയല്ലേ? ഇപ്പൊ എന്തായി? ഞാൻ എന്തിനാ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ജോലിയോട് ഇത്രയ്ക്കൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ ചെയ്തതൊക്കെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടാണോന്ന് ആർക്കറിയാം? പിന്നല്ലാതെ മഞ്ജു മനഃപൂർവ്വം കുഞ്ഞു പോവാണെങ്കിൽ പോട്ടേന്ന് വിചാരിച്ച ജോലിക്ക് പോയതാണെങ്കിലോ അവൾക്ക് ഇത്ര പെട്ടെന്ന് അമ്മയാവാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ പിന്നെ ജോലിക്ക് പോവാൻ ഇത്രയും വാശി കാണിക്കൂ? മഞ്ജുവിന് ലീവ് എടുക്കാൻ ഇത്രയും വലിയ കാരണം കിട്ടിയിട്ടും എന്തുകൊണ്ടാ ലീവ് എടുക്കാത്ത? ഇനി ഒരു അക്ഷരം നീ മിണ്ടിയ ഹോസ്പിറ്റലാന്ന് ഞാൻ നോക്കില്ല, നല്ല അടി കിട്ടുന്ന ഒരാളകത്ത് മരിക്കാൻ കിടക്കുമ്പോ പുറത്ത് എനിക്ക് വിഷം ചീറ്റുന്നു അല്ലേ? അതെ,